നമസ്കാരം. പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സൗന്ദര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും ഏറെ പ്രതീക്ഷയോടെ സമീപിക്കുന്ന ചികിത്സാ ശാഖയാണ് പ്ലാസ്റ്റിക് സർജറിയും കോസ്മെറ്റിക് സർജറിയും. ഈ അടുത്ത കാലത്ത് നിരവധി പേർക്കുണ്ടായ ദുരനുഭവങ്ങൾ ഈ ചികിത്സയെക്കുറിച്ച് നമ്മൾ എല്ലാവരും ഒരുപാട് സംശയങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. കോസ്മെറ്റിക് സർജറിയുടെ സാധ്യതകളും എടുക്കേണ്ട മുൻകരുതലുകളുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. തൃശ്ശൂർ അമല ആശുപത്രിയിലെ പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ ഫെനിൽ ചേരുന്നു. ഡോക്ടർ സ്വാഗതം. നമസ്കാരം സർ. ഡോക്ടർ, ഇപ്പോൾ അവനവൻ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ കാണപ്പെടണം എന്നൊക്കെ ആളുകൾ വളരെ ശ്രദ്ധാലുക്കളാവുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടെ ആളുകൾ സമീപിച്ചിരുന്ന ഒരു ചികിത്സയാണ് കോസ്മെറ്റിക് സർജറി. ഈ അടുത്ത കാലത്തുണ്ടായ വാർത്തകളിലൊക്കെ ഉണ്ടായ ഒരുപാട് പേരുടെ ദുരനുഭവങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഒരു ചികിത്സാ ശാഖയെക്കുറിച്ച് വലിയ സംശയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ സുരക്ഷിതമാണോ കോസ്മെറ്റിക് സർജറി? അതെ മാം, കോസ്മെറ്റിക് സർജറി നമ്മൾ സാധാരണ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ സാധാരണ കേൾക്കുന്ന ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏത് സർജറികളെ പോലെ തന്നെ ഒരു വളരെ സേഫായിട്ടും ഇഫക്റ്റീവായിട്ടും ചെയ്യാൻ പറ്റുന്നതാണ് കോസ്മെറ്റിക് സർജറി. അതിന് നമ്മൾ എപ്പോഴും എല്ലാ സർജറീസും പോലെ തന്നെ നമ്മൾ അതിന് പ്രീ ഓപ്പറേറ്റീവായിട്ട് പേഷ്യൻ്റ് ചെക്കപ്പ് നടത്തും. അസുഖങ്ങളുള്ളവർക്കാണെങ്കിൽ ഇപ്പോൾ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, അങ്ങനെ ഏതെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് പേഷ്യൻറ്റിന് ഏറ്റവും സേഫായിട്ടുള്ള രീതിക്കാണ് നമ്മൾ എപ്പോഴും കോസ്മെറ്റിക് സർജറി അപ്രോച്ച് ചെയ്യുന്നത്. ഡോക്ടർ, പൊതുവെ നമ്മളിപ്പോൾ ഒരു കോസ്മെറ്റിക് സർജറി നടത്താൻ ഒരു ക്ലിനിക് തിരഞ്ഞെടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ആയ ഡോക്ടറെ കണ്ടെത്തുന്നതിനൊക്കെ ഡോക്ടർ എങ്ങനെയാണ് ഇത് സുരക്ഷിതമായി ചികിത്സയെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, ക്ലിനിക്കുകൾക്ക് വേണ്ട പ്രത്യേകതകൾ, ആ ഡോക്ടർ ക്വാളിഫൈഡ് ആണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? സാധാരണ കോസ്മെറ്റിക് സർജറി ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത് യൂഷ്വലി ഇപ്പം നൗഡേസ് കോസ്മെറ്റിക് സർജറി ഒരു ഫുള്ളി ഫ്ലെഡ്ജ് ഹോസ്പിറ്റൽസ് അല്ലാണ്ട് തന്നെ ചെറിയ ക്ലിനിക്സിൽ ഒത്തിരി സ്ഥലത്ത് നടന്നു പോകുന്നുണ്ട്. കേരളത്തിന് പുറത്ത് ഒത്തിരി സ്ഥലങ്ങൾ. അപ്പം കോസ്മെറ്റിക് സർജറിയുടെ ഒത്തിരി പ്രൊസീജിയേഴ്സ് യൂഷ്വലി ഒരു ഡേ കെയർ പ്രൊസീജിയർ എന്ന് വെച്ചാൽ രാവിലെ വന്ന് ചെയ്ത് യൂഷ്വലി കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈവനിങ് നമുക്ക് ഡിസ്ചാർജ് ആയി പോകാവുന്ന ടൈപ്പ് പ്രൊസീജിയേഴ്സാണ്. പക്ഷേ എല്ലാ സർജറീസും പോലെ ഇതിനും ഒരു എലമെൻറ്റ് ഓഫ് ഒരു റിസ്ക് ഉണ്ട് എപ്പോഴും. അത് ഇറ്റ്സ് ലൈക്ക് ദ ഫാക്ടർ വിച്ച് യു കാണ്ട് ഓൾവേസ് പ്രിപ്പയർ ഫോർ. നമ്മളെല്ലാം റെഡിയാക്കി വെച്ചാലും റെയറായിട്ട് ചില പേഷ്യൻസിന് ചില കോംപ്ലിക്കേഷൻസ് വരാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ എപ്പോഴും ഒരു ഫുള്ളി ഫ്ലെഡ്ജ് ഹോസ്പിറ്റൽ സെറ്റപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കപ്പിനായിട്ട് ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് യൂഷ്വലി അങ്ങനെ ചെയ്യാനായിട്ട് എപ്പോഴും സേഫ്റ്റി വൈസ് ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ യു ഷുഡ് ഓൾവേസ്, കോസ്മെറ്റിക് സർജറി സാധാരണ ചെയ്യുന്ന പ്ലാസ്റ്റിക് സർജൻസ് ആണ്. സോ ഒരു ക്വാളിഫൈഡ് ആൻഡ് ബോർഡ് സർട്ടിഫൈഡ് പ്ലാസ്റ്റിക് സർജൻ തന്നെ നിങ്ങൾ പ്രൊസീജിയർ ചെയ്യാൻ നിങ്ങൾ പരിശ്രമിക്കുക. ഒത്തിരി പേര് അല്ലാത്ത ചെയ്യുന്നവരുണ്ട്. അപ്പം എപ്പോഴും അവരോട് ഫീൽഡ് അവർ ചെയ്യാറുണ്ട്. പക്ഷേ യൂഷ്വലി കോസ്മെറ്റിക് സർജറി ചെയ്യാനായിട്ട് നിങ്ങളൊരു ബോർഡ് സർട്ടിഫൈഡ് പ്ലാസ്റ്റിക് സർജനെ തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഡോക്ടർ, നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് സൈഫുദ്ദീൻ എന്ന പ്രേക്ഷകരുണ്ട്. സർ, സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. നമസ്കാരം. ചോദിച്ചോളൂ. പറയൂ. ഹലോ സാറേ, ഞാന് ഇങ്ങനെ പ്ലാസ്റ്റിക് സർജറി ചെയ്തായിരുന്നു. അത് വെല്ലിന് വേണ്ടിയായിരുന്നു മെഡിക്കൽ ചെയ്തത്. പക്ഷെ അത് ചെയ്തപ്പോൾ ഒരു ഞരമ്പിന്റെ വിഷയമായിരുന്നു. ഇങ്ങനെ ചെയ്ത് വൃത്തിയായി. പക്ഷെ അത് ഈ നമ്മളെ ചെങ്ങവള്ളി എന്ന് പറഞ്ഞ സാധനം, പക്ഷെ അത് എല്ലാതിനും വേദനയുണ്ട്, ഇങ്ങനെ ബാക്കിയുള്ള വേദന. അപ്പൊ ഒരു പറഞ്ഞു 6 ആഴ്ച ചെയ്യണം. പക്ഷെ കുഴപ്പമില്ല, അത് എല്ലാവരും നല്ല വേദനയുണ്ട്, ഇല്ലാത്ത നല്ല വേദനയുണ്ട്. വേദന എന്തെങ്കിലും ഉണ്ടാവോ ചോദിച്ചാണ്. അപ്പൊ ഞാനിപ്പോ ലൈവ് കാണാൻ വിളിച്ചത്. സോറി, എനിക്ക് എന്തിന്റെ സർജറിയാന്ന് കൃത്യമായി കേട്ടില്ല. അത് വ്യക്തമാവുന്നില്ല. എന്ത് ഭാഗത്തിന്റെ സർജറി? ഹലോ, പറയാമോ? നമുക്ക് വ്യക്തമായില്ല. അതായത് ഞാൻ മെഡിക്കൽ കോളേജിൽ സർജറി ചെയ്തു. സർജറി ഒരു നടുവെള്ളില്, വലത്തെ നടുവെള്ളിൽ സർജറി ചെയ്തപ്പോ കുഴപ്പമൊന്നും. പക്ഷെ ബാക്കി നടുവിന്റെ എല്ല് സർജറി ചെയ്തോ? അത് സക്സസ് ആയില്ലെന്ന് അറിയാൻ വയ്യ. അത് ഇങ്ങനെ കിടക്കുവാണ്. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു എന്താണ് സർജറി ചെയ്തേ?
സർ, ആ കോളിൽ വ്യക്തതയില്ല. എന്ത് സർജറിയാ നടന്നതെന്നൊന്ന് പറയാൻ പറ്റുമോ കുറച്ചുകൂടെ? സർ, ആ കോളിൽ വ്യക്തതയില്ല. അദ്ദേഹം വീണ്ടും വിളിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഡോക്ടർ നേരത്തെ നമ്മൾ ഈ കോളിലേക്ക് പോകുന്നതിന് മുമ്പ് സൂചിപ്പിച്ച ഒരു കാര്യമാണ് പേഷ്യൻസിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ്. ഇപ്പോൾ ഒരു വ്യക്തി അയാൾ ഈ ഒരു സർജറിക്ക് ചികിത്സയ്ക്ക് ഫിറ്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് എന്തെല്ലാം ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഡോക്ടർ സൂചിപ്പിച്ചിരുന്നു. ഡയബറ്റിക് ആണോ എന്നുള്ളൊരു വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ 20കളിലും 30കളിലും ഒക്കെ ഡയബറ്റിക് ആയ ആളുകൾ ഉണ്ട്. അപ്പോൾ എത്രത്തോളം പ്രധാനമാണ് ഒരു പേഷ്യൻ്റ് അയാളുടെ ഫിസിക്കലി ഫിറ്റ് ആണോ എന്നുള്ളത്? നമ്മൾ എന്ത് കോസ്മെറ്റിക് സർജറിക്ക് മുതിരുന്നതിന് മുന്നും നമ്മൾ ചെയ്യുന്ന കുറേ റുട്ടീൻ ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. അത് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്ത് പേഷ്യൻ്റെ ഫിറ്റ്നസ് നമ്മൾ ഉറപ്പ് വരുത്തും. അതുപോലെ നമ്മൾ പേഷ്യൻസിനോട് ചോദിക്കുകയും ചെയ്യും, നിങ്ങൾ നേരത്തെ ഏതെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ, ഏതെങ്കിലും അസുഖങ്ങളുണ്ടോ. അങ്ങനെ ഉണ്ടെന്ന് അവർ പറയുവാണെങ്കിൽ നമ്മൾ അതിനായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട് കൂടി നിന്ന് അവരുടെ ഫിറ്റ്നസ്സും കാര്യങ്ങളും ഉറപ്പ് വരുത്തും. പ്രായം കൂടിയവർക്ക് കാർഡിയോളജി ചെക്കപ്പ്, അതുപോലെ ഇപ്പം നമ്മുടെ ചിലവർക്ക് ഹാർട്ട് അറ്റാക്കും അങ്ങനെ കാർഡിയാക് സർജറി കഴിഞ്ഞവർക്ക് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകളുണ്ടാവും. അതൊക്കെ തക്കതായ സമയത്ത് നിർത്തിയിട്ടൊക്കെ വേണം ഈ സർജറികൾ ചെയ്യാനായിട്ട്. അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ഉള്ള അസുഖങ്ങളുടെ കാര്യങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ഇങ്ങനത്തെ സർജറി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടും നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള റിസ്ക് ഫാക്ടേഴ്സും കുറയും. റിസൾട്ട് വിൽ ഇംപ്രൂവ് ആൻഡ് യുവർ റിസ്ക് ഫാക്ടേഴ്സ് കുറയും. ഡോക്ടർ, ഇപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും സാധാരണമായി പുരുഷന്മാരാണ് കൂടുതലും ഏറ്റവും സാധാരണമായി നടന്നു വരുന്ന ഒരു ചികിത്സയാണ് ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ്. ഡോക്ടർ, ഇപ്പോൾ അതിനൊരു പ്രായമൊക്കെ വേണോ? ഏറ്റവും സേഫായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് അതിന് റിസൾട്ട് കിട്ടേണ്ട പ്രായം ഏതാണ്? ഡോക്ടർ ഈ സൂചിപ്പിച്ച പോലെ എല്ലാ പ്രായത്തിലും ചെയ്യാൻ പറ്റുന്നതാണോ? ഹെയർ ട്രാൻസ്പ്ലാന്റ് ആക്ച്വലി പ്രായത്തിനെക്കാട്ടി കൂടുതൽ നമുക്കിപ്പോൾ നമ്മുടെ തലയിലെ മുടി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഹെയറും ഒരേ സമയം ഒരുപോലെയല്ല കൊഴിഞ്ഞു പോകുന്നത്. ഇപ്പം എസ്പെഷ്യലി ആണുങ്ങളെ എടുക്കുവാണെങ്കിൽ നമുക്ക് സൈഡിലും പുറകിലുമുള്ള നമ്മുടെ മുടികൾ കുറേ കൂടെ പ്രായം കൂടി വന്നിട്ടേ കൊഴിഞ്ഞു പോകത്തുള്ളൂ. ഇപ്പം മോസ്റ്റ് ഓഫ് ദ സെൻറ്റേഴ്സിൽ നമ്മൾ ചെയ്യുന്ന ടെക്നീക്കിന് FUE എന്ന് പറയും, ഫോളിക്കുലർ എക്സ്ട്രാക്ഷൻ ടെക്നീക്ക് വെച്ചിട്ടാണ് നമ്മൾ മുടി ഓരോന്നോരോന്നായി എടുത്ത് പുതിയ സ്ഥലത്തോട്ട് മാറ്റി വെക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിന് ബേസിക് റിക്വയർമെൻ്റ് എന്ന് വെച്ചാൽ എടുക്കാനായിട്ട് ഉള്ള മുടിക്ക് ആവശ്യത്തിന് കട്ടി വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ മുടി എടുത്തിട്ട് മുന്നോട്ട് വെക്കാനുള്ള മുടി ഉണ്ടാവത്തുള്ളൂ. പ്രായം യൂഷ്വലി ഒരു പ്രോബ്ലം അല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഡയബറ്റിക് ആവരുത്, അസുഖങ്ങളുണ്ടെങ്കിൽ അത് കൺട്രോളായിരിക്കണം, ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ കൺട്രോൾഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ വെക്കുന്ന മുടി പിടിക്കാനും അതിൻ്റെ റിസൾട്ട്സ് ബെറ്റർ ആവാനും എപ്പോഴും ഇറ്റ്സ് ഓൾവേസ് എ ഹയർ ചാൻസ്. ഡോക്ടർ, നമുക്ക് പാലക്കാട് നിന്ന് രാഹുൽ എന്ന പ്രേക്ഷകനുണ്ട്. രാഹുൽ, സ്വാഗതം. ഡോക്ടർ സംസാരിച്ചോളൂ. ഡോക്ടർ നമസ്കാരം. നമ്മൾ ഈ ഹെയർ പ്ലാന്റ് സർജറിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ധാരാളം പരാതികളും വാർത്തകളും ഒക്കെ കണ്ടിരുന്നു. അത് സേഫ് ആണോ ചെയ്യുന്നത്? ആക്ച്വലി ഹെയർ ട്രാൻസ്പ്ലാന്റ് അല്ലേ ചോദിച്ചത്? അതെ അതെ. ഹെയർ ട്രാൻസ്പ്ലാന്റ് നിങ്ങൾക്ക് വളരെ സേഫായിട്ടും ഇഫക്റ്റീവായിട്ടും ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഡോക്ടർ ഒരു സർട്ടിഫൈഡ് പ്ലാസ്റ്റിക് സർജൻ അല്ലെങ്കിൽ റുട്ടീനായിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു ഡോക്ടർ ആയിരിക്കണം. പിന്നെ നിങ്ങൾക്ക് അസുഖങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ അങ്ങനെ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അതിൻ്റേതൊക്കെ അതൊരു കൺട്രോൾ രീതിയിലായിരിക്കണം. പിന്നെ അതൊരു വളരെ സേഫായിട്ട് പിന്നെ നിങ്ങൾ മുടി എടുക്കാനുള്ള നിങ്ങളുടെ സിറ്റുവേഷൻ, തലയിൽ എത്രത്തോളം മുടി ബാക്കിയുണ്ട്, എടുക്കാൻ മുടി ഉണ്ടോ എന്നും കൂടെ നോക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാമെങ്കിൽ യൂഷ്വലി ഹെയർ ട്രാൻസ്പ്ലാന്റ് വളരെ ഇഫക്റ്റീവായിട്ടും സേഫായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നീക്കാണ്. രാഹുൽ, കൂടുതൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വിളിച്ചതിന് നന്ദി. കരുമത്ത് നിന്ന് വാസുദേവൻ എന്ന പ്രേക്ഷകനുണ്ട്. സർ, സ്വാഗതം. സർ, മറ്റൊരു പ്രേക്ഷകന്റെ കോളിലേക്ക് പോവാണ്. വാസുദേവനാണ്. സർ, സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ. സർ, കേൾക്കുന്നുണ്ടോ? നമസ്കാരം. ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഇല്ല, കേൾക്കുന്നില്ലല്ലോ. പറഞ്ഞോളൂ. സർ, ഡോക്ടറോട് സംശയം എന്താണെന്ന് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ കേട്ടോ, കേൾക്കുവാണ്, പറഞ്ഞോളൂ. സർ, ഡോക്ടറുടെ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ഡോക്ടർ, ആ കോൾ വ്യക്തതയില്ല. നമുക്ക് വീണ്ടും വിളിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഡോക്ടർ, അപ്പോൾ
വെച്ച് പിടിപ്പിച്ച മുടിയുടെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. ഈ വെച്ച് പിടിപ്പിച്ച മുടി ഒരു കൃത്യമായ ഇടവേളയ്ക്ക് ശേഷം അത് വളർന്നു തുടങ്ങുന്നു, മറ്റു മുടി പോലെ തന്നെ നാച്ചുറലായി തോന്നുന്നു. പക്ഷെ ഡോക്ടറെ, ഇത് എത്ര കാലം ഇത് ഇതേപോലെ തുടരും? അത് വീണ്ടും പൊഴിഞ്ഞു പോകുമോ? അതോ കൃത്യമായി നമ്മൾ എല്ലാ ദിവസവും ഇതിനു വേണ്ട മരുന്നുകളൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് ലൈഫ് ലോങ് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിൽ തന്നെ തുടർന്നാലാണോ ഈ മുടി നിൽക്കുക, അല്ലെങ്കിൽ തന്നെ ആ മുടി മറ്റു മുടി പോലെ തന്നെ വളർന്നോളുമോ? ഓക്കെ, അതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും എല്ലാവർക്കും നമ്മളൊരു സർജറി ചെയ്യുമ്പോൾ അറിയേണ്ടതാണ് അതിൻ്റെ കാലാവധി, എത്ര നാൾ നിൽക്കും എന്നാണ്. നമ്മൾ എടുത്തു വെക്കുന്ന നമ്മുടെ തലയിലെ മുടികളും ഈ തലേൻ്റെ പുറകിലുള്ളതും തലയുടെ സൈഡിലുള്ള മുടികൾക്കും ഒക്കെ ഒരു കാലാവധിയുണ്ട്. ആ മുടികളും നമുക്ക് പ്രായം കൂടി ഒരു പ്രായം കഴിയുമ്പോൾ അതും കൊഴിഞ്ഞു പോകും. വളരെ പ്രായമുള്ളവരെ കണ്ടാൽ നമുക്കത് മനസ്സിലാവും. നമ്മുടെ പുറകിലുള്ളതും സൈഡിലുള്ളതുമായ മുടികൾക്ക് വളരെ ഉള്ളു കുറവായിരിക്കും. അപ്പം നമ്മൾ ഈ എടുത്ത് വെക്കുന്ന ഇതേ മുടികൾ വെക്കുന്ന സ്ഥാനത്തു നിന്ന് ആ ഒരു പ്രായമാവുമ്പോഴേക്കും അത് പൊഴിഞ്ഞു പോകും. അത് എക്സ്പെക്റ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഈ എടുത്ത് വെക്കുന്ന മുടികളുടെ ആ സ്ഥാനത്ത് ഇരിക്കാനായിട്ട് നമ്മൾ ഈ കഴിക്കുന്ന ടാബ്ലറ്റ്സും മരുന്നുകളും അതൊരു കുറേ നാളത്തേക്ക് അത് കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ നല്ല ആ ഒരു കനത്തിലും നല്ല ഉള്ളോടെ മുടി വളർന്നു വരത്തുള്ളൂ. വ്യക്തമാണ് ഡോക്ടർ. നമുക്ക് മലപ്പുറത്ത് നിന്ന് സന്തോഷുണ്ട്. സന്തോഷ്, സ്വാഗതം. ഡോക്ടർ സംസാരിച്ചോളൂ. ഞാൻ മലപ്പുറത്ത് സന്തോഷാണ്. ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്. അപ്പോൾ ഞാൻ 2 സ്ഥലത്ത് കാണിച്ചപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് ഒരു മൈഗ്രെയിന് കുഴപ്പമില്ല, ചെയ്യുന്നത് പ്രശ്നം കാണാനായിട്ട്. പക്ഷെ ഒരു സ്ഥലത്തുനിന്ന് ഡോക്ടർ പറഞ്ഞത് മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? മൈഗ്രെയിൻ ഉള്ളവർക്ക് ഈ ഓരോന്നിനും ഓരോ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരേ റിസ്ക് ഫാക്ടേഴ്സ് അല്ല. ചിലവർക്ക് ലൈറ്റ് ആയിരിക്കും, ചിലവർക്ക് നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങളായിരിക്കും, ചിലവർക്ക് പെയിൻ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ചിലവർക്ക് ട്രിഗറിങ് ഫാക്ടേഴ്സ് ആയിട്ടുണ്ട് മൈഗ്രെയിന്. അപ്പം നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് നമ്മൾ സാധാരണ ഏത് സർജറി പോലെ ചെയ്യുമ്പോഴും ചെയ്ത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ കുറച്ച് നീർക്കെട്ട്, കുറച്ച് വേദന, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവാം. അപ്പം മൈഗ്രെയിൻ ഉള്ളവർക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം അതൊരു ട്രിഗറിങ് ഫാക്ടറായിട്ട് മൈഗ്രെയിൻ്റെ എപ്പിസോഡ്സ് വരാനും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് അതങ്ങനെ റിസ്ക് ഫ്രീ ആയിട്ട് പറയാൻ പറ്റത്തില്ല അങ്ങനത്തെ ആൾക്കാരിൽ. അല്ലാണ്ട് ഇത് ചെയ്യാനായിട്ട് വേറെ വലിയ ബുദ്ധിമുട്ടിലില്ല. ഇതാണ് ഒരു മെയിൻ ഒരു പ്രോബ്ലം മൈഗ്രെയിൻ ഉള്ളവർക്ക്. സന്തോഷ്, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് വയനാട് നിന്ന് സമിതയുണ്ട്. സ്വാഗതം. ഡോക്ടർ സംസാരിച്ചോളൂ. മോന്റെ തലയിൽ നല്ല താരനാണ്, വല്ലാതെ മുടി പൊഴിയുന്നുണ്ട്. ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ കേൾക്കുന്നുണ്ട്, സംസാരിച്ചോളൂ. മോന്റെ തലയിലേ നല്ല താരനാണ്, പക്ഷെ നല്ല മുടി കൊഴിച്ചിലുണ്ട്. വട്ടത്തിലായിട്ട് നല്ല കട്ടിയില്. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ സിറ്റുവേഷനിനകത്ത് താരൻ അല്ലെങ്കിൽ ഡാൻഡ്രഫ് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിന്, സ്കിന്നിന് ഡോക്ടറെ കാണിച്ചിട്ട് അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് താരന് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള മുടി ഇനി നേരെ ചൊവ്വേ വരാനുള്ള സിറ്റുവേഷൻ വരത്തുള്ളൂ. അപ്പോൾ അത് ട്രീറ്റ് ചെയ്യണം. എന്തുകൊണ്ട് താരൻ വരുന്നു, അതിനുള്ള ഷാംപൂസ്, മരുന്നുകളുണ്ട്. അത് നിങ്ങളൊരു സർട്ടിഫൈഡ് ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സമിത, കൂടുതൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വിളിച്ചതിന് നന്ദി. പാലക്കാട് നിന്ന് അജിത്ത് ഉണ്ട്. അജിത്ത്, സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടറെ, എനിക്കൊരു 4-5 കൊല്ലമായിട്ട് ഹെയർഫോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ മാസമായിരുന്നു ഡോക്ടറെ കാണിച്ചത്. അപ്പോൾ അവർ തൈറോയ്ഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു, വിറ്റാമിൻ ഡി ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ വിറ്റാമിൻ ഡിയിൽ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടാബ്ലറ്റ്സ് 1 മാസമായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടറെ ആൻഡ്രോജനിക് അലോപേഷ്യ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിത് ഒരിക്കൽ മാത്രമാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഈ 4 കൊല്ലത്തിനിടയിൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആൻഡ്രോജനിക് അലോപേഷ്യ എന്ന് പറഞ്ഞിട്ട് മിനോക്സിഡിൽ എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നു. അപ്പോൾ ഞാനത് തുടരണോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത്. വൈറ്റമിൻ ഡിയും ടാബ്ലറ്റ്സും കഴിച്ചു. ആൻഡ്രോജനിക് അലോപേഷ്യക്ക് വേറെ മരുന്ന് വന്നിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ആൻഡ്രോജനിക് അലോപേഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആണുങ്ങൾക്ക് ആ പ്രായം കൊണ്ട് നമ്മുടെ ഹോർമോൺസ് കൊണ്ട് വരുന്ന ആ ഒരു മുടിയുടെ കൊഴിച്ചിലാണ്.
ഇപ്പോൾ സാധാരണ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നിലും മുടിയുടെ തലയുടെ സെൻറ്ററിലുമാണ് യൂഷ്വലി ആണുങ്ങൾക്ക് ആദ്യം മുടി പോകുന്നത്. സൈഡിലും പുറത്ത് ബാക്കിലോ തലയുടെ ബാക്കിലോ ഉള്ള മുടികൾ പിന്നെ പോകാറുള്ളൂ. അതാണ് ആൻഡ്രോജനിക് അലോപേഷ്യ. നമ്മുടെ ഹെയർ ലൈനിൻ്റെ ആ ഒരു പാറ്റേൺ ഇങ്ങനെ പുറകോട്ട് മുടി കയറി പോകുന്നതിനാണ് ആൻഡ്രോജനിക് അലോപേഷ്യ എന്ന് പറയുന്നത്. അതിന് പ്രത്യേകിച്ച് നിങ്ങളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് കാര്യമില്ല. ഇപ്പം ടാബ്ലറ്റ്സും ചില ഇതൊക്കെ ലോഷൻസൊക്കെ അപ്ലൈ ചെയ്യാനുള്ളതുണ്ട്. അത് കുറച്ച് സ്ലോ ചെയ്യും. പക്ഷെ നമുക്ക് അത് നമ്മുടെ ജനറ്റിക്കായിട്ടും പിന്നെ നമ്മുടെ ആ ഒരു മെയിൽ ഹോർമോൺസ് കാരണം വരുന്ന കാര്യങ്ങളാണ്. അത് ഫുള്ളായിട്ട് നമുക്ക് അങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. വിളിച്ചതിന് നന്ദി. പാലക്കാട് നിന്ന് നിതിൻ കൂടിയുണ്ട്. സ്വാഗതം. ഡോക്ടർ സംസാരിച്ചോളൂ. നിതിൻ്റെ കോൾ കട്ടായി. ഡോക്ടർ, നമുക്ക് ഇതുപോലെ തന്നെ വളരെ സാധാരണമായി നടക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ് കൊഴുപ്പ് നീക്കം ചെയ്യൽ ശസ്ത്രക്രിയ. ഇപ്പോൾ ഈ ആ ഒരു ചികിത്സ നടത്തിയ സ്ത്രീക്കും വലിയ ദുരനുഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഡോക്ടർ, അപ്പോൾ അക്കാര്യത്തിൽ എടുക്കാവുന്ന സുരക്ഷ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ അറിയേണ്ട നമ്മൾ ഈ കൊഴുപ്പ് നീക്കുക അല്ലെങ്കിൽ ലൈപ്പോസക്ഷൻ, അതിനെക്കുറിച്ച് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈപ്പോസക്ഷൻ വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഭാരം കുറയ്ക്കാനുള്ള സർജറി അല്ല. നമ്മുടെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിലുള്ള ചില കൊഴുപ്പുകൾ ഇപ്പം നമ്മൾ സാധാരണ ഡയറ്റ് ചെയ്യുമ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ അത് പോകാതെ അടിഞ്ഞു കിടക്കും. അങ്ങനത്തെ കൊഴുപ്പ് വലിച്ചെടുത്ത് ശരീരത്തിൻ്റെ ഓവറോൾ ഷേപ്പ് ബെറ്റർ ആക്കുക എന്നാണ് നമ്മുടെ ലൈപ്പോസക്ഷൻ കൊണ്ടുള്ള നമ്മുടെ മെയിൻ എയിം. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് അറിയണം. വണ്ണം ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും എക്സസ് ഫാറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ തൂക്കം കുറയ്ക്കാനുള്ളതല്ല. അപ്പം ഇതിൻ്റെ വേറെ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു നിശ്ചിത നമ്പർ ഫാറ്റ് സെൽസ് ഉണ്ട്. നമ്മൾ ലൈപ്പോസക്ഷൻ ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് കുറേ ഫാറ്റ് നമ്മൾ വലിച്ചെടുക്കും. പക്ഷേ ശരീരത്തിൽ ബാക്കിയുള്ള നമ്മുടെ ഫാറ്റ് സെൽസ് നമ്മൾ പിന്നെയും ഡയറ്റ് ചെയ്യാതെ അമിതമായി ഭക്ഷണം കഴിക്കുക, അങ്ങനെ വണ്ണം വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഫാറ്റ് സെൽസ് പിന്നെയും വലുതായിട്ട് നമുക്ക് പിന്നെയും തൂക്കം കൂടാനും പിന്നെയും വണ്ണം വെക്കാനും സാധ്യതയുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയണം. കാരണം ലൈപ്പോസക്ഷൻ കഴിഞ്ഞിട്ട് എനിക്ക് എന്തും തിന്നാം, എനിക്ക് എക്സസൈസും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ഐഡിയ വെക്കരുത്. നമ്മൾ അത് കഴിഞ്ഞ് വളരെ നീറ്റായിട്ട് ഡയറ്റ് നോക്കുകയും വ്യായാമം ചെയ്യുകയും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മളെ ലൈപ്പോസക്ഷൻ കൊണ്ടുള്ള ലോങ് ടേം റിസൾട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ഇതിന് കാര്യം എന്ന് വെച്ചാൽ ലൈപ്പോസക്ഷനും ഇതുപോലെ തന്നെ നമ്മൾ ചെക്കപ്പുകൾ നടത്തിയിട്ട് പേഷ്യൻ്റ് ഫിറ്റ്നസ് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ പേഷ്യൻസിനോട് പറഞ്ഞിട്ടാണ് നമ്മൾ എപ്പോഴും ഈ പ്രൊസീജിയറിലേക്ക് നമ്മൾ പോകുന്നത്. വ്യക്തമാണ് ഡോക്ടർ. നമുക്ക് ഒരു ഇടവേളയ്ക്ക് സമയമായി വളരെ വേഗം തിരിച്ചെത്താം. തുടർന്ന് കോസ്മെറ്റിക് സർജറിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം തൃശ്ശൂർ അമല ആശുപത്രിയിലെ പ്ലാസ്റ്റിക് സർജനായ ഡോക്ടർ ഫെന്നിലാണുള്ളത്. ഡോക്ടർ, നമ്മളിപ്പോൾ ഇടവേളയ്ക്ക് മുൻപ് സംസാരിച്ചിരുന്ന ലൈപ്പോസക്ഷനെ കുറിച്ചാണ്. കൊഴുപ്പ് നീക്കം ചെയ്യൽ ശസ്ത്രക്രിയ ആളുകൾ ഏറ്റവും അധികം ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു ചികിത്സയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ചികിത്സയെക്കുറിച്ച് കൂടുതൽ വിശദമായി പറയാമോ? കാരണം കൂടുതൽ നമ്മൾ സംസാരിക്കുക വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് നീക്കം ചെയ്യുന്നതിനെ കുറിച്ചായിരിക്കും. അതല്ലാതെ മറ്റെന്തെല്ലാമാണ് ഈ ചികിത്സയിൽ പെടുന്നത്? നമുക്ക് ലൈപ്പോസക്ഷൻ കൊണ്ട് വയറ് മാത്രമല്ലാണ്ട് സാധാരണ വേറെ ഭാഗങ്ങളിൽ ഓരോ പേഷ്യൻസ് വന്ന് പറയാറുണ്ട്. പ്രത്യേകമായി കേൾക്കുന്നതാണ് നമ്മുടെ തൊട, നമ്മുടെ കൈയുടെ ഭാഗം, പിന്നെ ആണുങ്ങൾക്ക് എസ്പെഷ്യലി നെഞ്ചിൻ്റെ ഭാഗത്ത് കൊഴുപ്പ് കൂടുതൽ വന്നിട്ട് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയും. അത് ഒത്തിരി പേഷ്യൻസ് നമ്മളോട് വരാറുണ്ട്. ടിപ്പിക്കലി യങ്സ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ലേറ്റ് ടീനേജേഴ്സ് അല്ലെങ്കിൽ ഒരു 20s 30s ഒത്തിരി പേഷ്യൻസ് വന്ന് ചോദിക്കാറുണ്ട്, സാറേ ജിമ്മിൽ പോകുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട്, വണ്ണം കുറച്ചിട്ടും നെഞ്ചിന് ഭാരം, കണ്ടിട്ടൊരു ഭംഗിയില്ല എന്ന്. അപ്പോൾ ഈ സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ലൈപ്പോസക്ഷൻ കൊണ്ട് ആ എക്സ്ട്രാ കൊഴുപ്പെടുത്ത് മാറ്റാനും കുറേ കൂടെ ഒരു നല്ലൊരു ഷേപ്പ് കൊടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ഈ ലൈപ്പോസക്ഷൻ്റെ കൂടെ തന്നെ യൂഷ്വലി നമ്മൾ ഈ ലൈപ്പോസക്ഷൻ ചെയ്ത് കൊഴുപ്പ് വലിച്ചെടുക്കുമ്പോൾ അവിടെ തൊലി കുറേ ലൂസാവും. അപ്പോൾ നമ്മൾ ലൂസാവുന്ന തൊലിയും കൂടെ നമ്മൾ ടൈറ്റ് ആക്കിയിട്ടാണ് അതിന് ഭംഗി കൂട്ടി ആ ഒരു ഷേപ്പ് നമ്മൾ കൊടുക്കുന്നത്. വ്യക്തമാണ് ഡോക്ടർ. നമുക്ക് തൃശ്ശൂരിൽ നിന്ന് പിൽപി ബാബു ഉണ്ട്. സ്വാഗതം. ഡോക്ടർ സംസാരിച്ചോളൂ. ഓക്കെ. ഹായ് സാറ്. ഡോക്ടർ കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. ഹായ്, നമസ്കാരം. പറയൂ മാഡം. അതെ, ഞാൻ വിളിച്ചത് ഇപ്പൊ മോന് വേണ്ടിയിട്ടാണ്. പറയൂ. ഹലോ, സംസാരിച്ചോളൂ, കേൾക്കുന്നുണ്ട്. മോന് വേണ്ടിയിട്ടാണ്. അവൻ കുവൈറ്റിലാണ് വർക്ക് ചെയ്യണത്. 33 വയസ്സായിട്ടുണ്ട്. പക്ഷെ പുള്ളിക്കാരന്റെ മൂത്ത് ഒരു വെള്ളപ്പാണ്ട് വന്നു താടിമ. അപ്പൊ അത് ഞങ്ങള് കുവൈറ്റിലൊരു ഡോക്ടറെ കാണിച്ചപ്പോ പുള്ളിക്കാരൻ ഡോക്ടർ പറഞ്ഞു അവന്
വിറ്റാമിൻ ഡിയുടെ കുറവാന്ന് പറഞ്ഞു. പിന്നെ മൾട്ടി വിറ്റാമിൻ, അങ്ങനെ ഞാൻ വിറ്റാമിൻ മരുന്ന് അവിടെ ഡോക്ടറെ കണ്ട് വാങ്ങിച്ച് കഴിച്ചു. പക്ഷെ അതിങ്ങനെ താടിയിലേക്ക് ഇറങ്ങി വന്നു. അപ്പൊ ആൾക്ക് കല്യാണം കഴിക്കേണ്ട പ്രായമായിട്ടുണ്ട്, കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ അതൊരു ബുദ്ധിമുട്ടായിട്ട് ആൾക്ക് ഭയങ്കര ഫീലിംഗ് ആണ് അതിനെ കുറിച്ച്. അതിന് ഞാനിപ്പോ എന്താ ചെയ്യാ? ആള് അടുത്ത ലീവിൽ വരും. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കണേ. എനിക്ക് അമല ഹോസ്പിറ്റൽ അറിയാം. ഞാൻ ക്യാൻസറൊക്കെ അവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ്. ഓക്കെ ചേച്ചി, അപ്പോൾ ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളപ്പാണ്ട് എന്തുകൊണ്ടാണെന്ന് നോക്കണം. ഇപ്പം വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ട് ഇങ്ങനെ വെള്ളപ്പാണ്ട് വരും. പിന്നെ വേറൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റിലൈഗോ എന്ന് പറയും. നമ്മുടെ ഈ ഒത്തിരി പേരെ കണ്ടുണ്ടാവും ഈ കൈയുടെയും മുഖത്തെയും ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ വെളുത്ത് ഓരോ പാടുകൾ പോലെ വരുന്നത്. അതാണെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് വ്യത്യാസമുണ്ട്. അപ്പം അടുത്ത പ്രാവശ്യം പുള്ളി കുവൈറ്റിൽ നിന്ന് വരുമ്പോൾ ഒന്ന് അമല ഹോസ്പിറ്റൽ വരെ വന്ന് ഒരു കൺസൾട്ടേഷൻ എടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കണ്ടിട്ട് ഒരു ബെറ്റർ ഒപ്പീനിയൻ തരാൻ പറ്റും. ഏത് ട്രീറ്റ്മെൻ്റ് ആയിരിക്കും പുള്ളിക്ക്, എന്താ ചെയ്യേണ്ടത്, ഏതായിരിക്കും ഏറ്റവും നല്ലതെന്നുള്ള കാര്യം. ആള് ഭയങ്കര നിരാശയിലാണ്. കുഴപ്പമില്ല, ഒന്ന് അടുത്ത അവധിക്ക് വരുമ്പോൾ ഒന്ന് വരാൻ പറയൂ. വരുന്ന സമയത്ത് കാണാതെ നമുക്ക് എക്സാക്ട്ലി എന്താണെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ്. മാം വിളിച്ചതിന് നന്ദി. നമുക്ക് തൃപ്പൂണിത്തുറയിൽ നിന്ന് ബിന്ദു കൂടിയുണ്ട്. സ്വാഗതം, ഡോക്ടർ സംസാരിച്ചോളൂ. ബിന്ദു കേൾക്കുന്നുണ്ടോ? ഹലോ. മാം സംസാരിച്ചോളൂ. ഹലോ ഡോക്ടറെ, നമസ്കാരം. പറയൂ മാഡം. എന്റെ മൂത്ത മോന് വേണ്ടിയിട്ടാണ്. നമസ്കാരം. കൊറോണ വന്ന് മാറി കഴിഞ്ഞിട്ട് മോനിപ്പോ ഒത്തിരി മുടി കൊഴിയണം. ഒരുപാട് ഉള്ളുള്ള മുടിയായിരുന്നു. അപ്പൊ മുടിയെല്ലാം ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നോക്കുമ്പോ തന്നെ പോന്നോണ്ടിരിക്കണേ. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ബ്ലഡ് ചെക്കപ്പ് നടത്തി നോക്കണം. എന്തെങ്കിലും പ്രത്യേകമായി വൈറ്റമിൻ ഡെഫിഷ്യൻസീസോ അങ്ങനെ എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയോ എന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന്. അല്ല അതൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് നോക്കാവുന്ന ഒരു ഓപ്ഷനാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലാസ്റ്റിക് സർജനെ നിങ്ങൾ കൺസൾട്ടേഷൻ ചെയ്യുവാണെങ്കിൽ അവർ നോക്കിയിട്ട് പറയാൻ പറ്റും ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് സിറ്റുവേഷൻ എന്നുള്ള കാര്യം. മകനിപ്പോൾ എത്ര വയസ്സുണ്ട്? ഹലോ, എത്ര വയസ്സുണ്ട് മകനിപ്പോ? 25 വയസ്സ്. ഓക്കെ, അപ്പോൾ 25 വയസ്സെന്ന് പറയുമ്പം സാധാരണ നമ്മൾ ആ പ്രായത്തിൽ അങ്ങനെ മുടി കൊഴിയുന്ന ഒത്തിരി കാണാത്തതാണ്. പക്ഷെ ചിലവർക്ക് ഫാമിലിയലായിട്ട് തന്നെ നേരത്തെ മുടി പോകുന്ന ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് വരാം. സോ പുള്ളിയെ ഒന്ന് വന്ന് ഒരു പ്ലാസ്റ്റിക് സർജനെ കാണിച്ചിട്ട് ഒരു ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞാൽ പറയാൻ പറ്റും അത് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്, അതോ വേറെ എന്തെങ്കിലും കാരണം ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. മാം വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. തിരുവനന്തപുരത്ത് നിന്ന് സിന്ധു കൂടിയുണ്ട്. സ്വാഗതം, ഡോക്ടറോട് സംസാരിച്ചോളൂ. വേണ്ടിയാണേ വിളിക്കുന്നത്. ചോദിച്ചോളൂ. പറയൂ മാഡം, പറയൂ. ഹലോ മാം കേൾക്കുന്നുണ്ട്, സംസാരിച്ചോളൂ. പറയാൻ കേൾക്കുന്നുണ്ട് ചേച്ചി, മകൾക്ക് ഈ കവിള് വളരെ അധികമാണ്. 27 വയസ്സായി. അപ്പൊ ഞാൻ ഈ കവിള് കുറയ്ക്കുന്നതിനുള്ള എന്തെങ്കിലും ട്രീറ്റ്മെന്റ് അത് ഉണ്ട് എന്ന് പറയുന്നത് സക്സസ് ആണോ എന്ന് അറിയാനായിട്ട്. അതെ, അത് നമ്മൾ കവിള് കുറയ്ക്കുന്നതിന് നമ്മൾ വായ്ക്കുള്ളിൽ നമ്മുടെ കവിളിൻ്റെ നമ്മുടെ സ്കിന്നും വായുടെ അതിനിടയ്ക്കുള്ള ആ ഒരു ഏരിയയിലാണ് കവിളിലെ ഈ കൊഴുപ്പിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വായ്ക്കുള്ളിൽ കൂടെ തന്നെ നമ്മളൊരു സർജറി ചെയ്യും. ബക്കൽ ഫാറ്റ് റിമൂവൽ എന്ന് പറയും. അതിനകത്തൂടെ നമ്മൾ ആ കവിളിലുള്ള എക്സ്ട്രാ കൊഴുപ്പ് എടുക്കാൻ ചെയ്യാൻ പറ്റും. അപ്പം ഫേസിന് കുറച്ചുകൂടെ ഷേപ്പ് വരും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഓരോ പേഷ്യൻ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് ജനറലി വണ്ണമുള്ള ഒരാളാണെങ്കിൽ കവിള് മാത്രം ചെയ്താൽ അത് ഭംഗിയാവത്തില്ല. അപ്പം ജനറലി വണ്ണം ഉള്ളവരാണെങ്കിൽ ഓവറോൾ വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കണം ആദ്യം, എന്നിട്ട് വേണം നമ്മൾ ഈ സർജറിക്ക് മുതിരാനായിട്ട്. അങ്ങനെയാണെന്ന് നോക്കണം. അപ്പോൾ ഓരോ പേഷ്യൻസിനും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ചോയ്സസ് വ്യത്യാസമായിരിക്കും. ഒരേ ട്രീറ്റ്മെൻറ്റ് എല്ലാവർക്കും ഒരുപോലെ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ എപ്പോഴും അതാണ് അതിൻ്റെ ഒരു രീതി. മാം വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് സമയം അവസാനിക്കുകയാണ്. വളരെ വിശദമായെന്നുള്ളൊരു സംശയങ്ങൾക്ക് മറുപടി നൽകി പ്രോഗ്രാമിലേക്ക് വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. പ്രോഗ്രാം അവസാനിക്കുകയാണ്.